കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാനായി ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി. തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ ഇന്നത്തെ തിരുനാളിന്റെയും വചനത്തിന്റെയും വെളിച്ചത്തിൽ നമ്മൾ സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാനിങ്ങനെ ചോദിക്കാമെന്ന് കരുതുക, ജപമാല ചൊല്ലിയാൽ നമ്മൾ സ്വർഗത്തിൽ പോകും, നിത്യജീവൻ പ്രാപിക്കും? സ്വർഗത്തിൽ പോകും. ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്, ഞാൻ ജപമാലയുടെ എണ്ണം കൂട്ടുന്നുണ്ട്, അതിന്റെ പേരിൽ ഞാൻ സ്വർഗത്തിൽ പോകും? ഒരിക്കലും പോകില്ല. സ്വർഗത്തിൽ പോണെങ്കിൽ ഞാൻ ഈ ചൊല്ലുന്ന ജപമാല രഹസ്യങ്ങൾ, അത് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര രഹസ്യങ്ങളാണ്. ചൊല്ലുന്നത് കൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. ഈ രക്ഷാകര രഹസ്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ജീവിക്കുമ്പോഴാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് എന്നാണെന്നറിയാമോ? തമ്പുരാന്റെ അടുത്ത് നിൽക്കുമ്പോ തമ്പുരാൻ നിന്നോട് ചോദിക്കാൻ പോകുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നീ എത്ര പ്രാവശ്യം എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുവെന്നോ, എത്ര മണിക്കൂറുകൾ തമ്പുരാനോടൊപ്പം ചെലവഴിച്ചോ എന്നതിനേക്കാൾ എത്ര വട്ടം നിന്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് നീ കീഴ്വഴങ്ങി. ഈ ചോദ്യമാണ് തമ്പുരാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് ജീവിതം കൊണ്ട് നമ്മൾ ഉരുവിടുന്ന മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, സംസാരം മാത്രമല്ല, പ്രവൃത്തിയിൽ എത്ര വട്ടം നീ കർത്താവിനോട് ചേർന്നിരുന്നു, ദൈവസ്നേഹത്തിൽ അവനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിക്ക് വിധേയപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കേണ്ടി വരിക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിയമജ്ഞൻ വന്നുകൊണ്ട് ചോദിക്കുക, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ കർത്താവ് ചോദിച്ചു, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞു, വെരി ഗുഡ്, അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അവനറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അവനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്കറിയാം, അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, പക്ഷെ അതനുസരിക്കാനും അത് ചെയ്യാനും തയ്യാറാകണം.
നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും നല്ല കൃത്യമായ അറിവും ബോധ്യവും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അറിവിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ് നമുക്ക് എന്റെ ആത്മീയ ഫലങ്ങൾ സ്വന്തമാക്കാൻ പറ്റുക. നമ്മുടെ കർത്താവ് അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്, നീ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ, അതനുസരിച്ച് ചെയ്യാം. അപ്പൊ അവൻ ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? അപ്പൊ അവന് കുറച്ചുകൂടി ക്ലാരിറ്റി അവന് ആവശ്യമായിട്ട് വന്നു. ആരാണ് എന്റെ അയൽക്കാരൻ? കാരണം ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക, തന്നെ പോലെ തന്നെ, ഇതാണ് നിത്യജീവന്റെ വഴി എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ സ്വർഗപ്രാപ്തിക്കും നിത്യജീവിതത്തിനും സ്വർഗത്തിനുള്ള വഴി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും നമ്മെ പോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാകുന്നതാണ് ആത്യന്തികമായി സ്വർഗത്തിലേക്കുള്ള വഴി. ഈ വഴി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമുക്കറിയാം. ഓക്കെ, നമ്മൾ വചന ശുശ്രൂഷയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ഒക്കെ അനേകം വർഷങ്ങളായി നമ്മൾ ജനിച്ച നാള് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതാണ് സ്വർഗരാജ്യത്തിലേക്ക് നിത്യതയിലേക്കുള്ള വഴി എന്നുള്ളത്. ഇനി അത് അറിഞ്ഞതുകൊണ്ട് ആരും ഇന്ന് വരെ സ്വർഗത്തിൽ പോയിട്ടില്ല. മറിച്ച് ഈ അറിവിനോട് ഒരു ദൈവ പൈതൽ ജീവിതം കൊണ്ട് പ്രത്യുത്തരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ഇപ്പൊ ഈശോ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ എനിക്ക് ഇച്ചിരി ക്ലാരിറ്റി വേണം, ആരാണ് എന്റെ അയൽക്കാരൻ? അപ്പൊ അതിനാണ് കർത്താവ് ഈ ഒരു ഉപമ പറയുന്നത്. ഒരു പുരോഹിതന്റെയും ഒരു ലേവായന്റെയും അവരെന്ത് ചെയ്തു? അവർക്ക് അവരുടേതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓടി നടന്നുകൊണ്ടിരുന്നത് അവരന്റെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അവർ തയ്യാറായില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. എന്താണ്? ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇവർക്കറിയാം. അപ്പൊ ഈ കരുണ കാണിക്കാതെ ബലിയർപ്പിച്ചതുകൊണ്ട് കാര്യമുണ്ട്. നമുക്ക് ബലിയിൽ പങ്കുചേരാൻ പറ്റും. വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്ക് പങ്കുചേരാൻ പറ്റും. പക്ഷേ കർത്താവിന്റെ കരുണ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സ്വീകരിക്കാനും പറ്റും. പക്ഷേ കരുണ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കരുണ കാണിക്കാതെയും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നമുക്ക് പറ്റും. ക്ഷമിക്കാതെയും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് പറ്റും. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും സൂക്ഷിച്ചുകൊണ്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും. അശുദ്ധിയിലും പാപത്തിലായിരുന്നു കൊണ്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും. ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ കരുണ കാണിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കിയതോ അറിഞ്ഞതോ അല്ല നമ്മളെ നിത്യജീവന്റെ അവകാശികളാക്കുന്നത്, മറിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് നല്ല സമരിയാക്കാരന്റെ ഉപമ കർത്താവ് കൂട്ടിച്ചേർത്തു. ഇവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ വേദനകൾക്കും അപ്പുറം അവരന്റെ വേദനകളെ എന്റെ വേദനയായിട്ട് സമരിയാക്കാരൻ കണ്ടു, മനസ്സിലാക്കി. മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എന്റേത് എന്റേത്. കൊള്ളക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അവന്റെയും കൂടി എന്റേത്. സമരിയക്കാരൻ എന്തായിരുന്നു? എന്റെയും കൂടി അവന്റേത് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. എന്റെയും കൂടി അവരന്റേത് എന്നുള്ള ചിന്തിക്കാനായിട്ട് സമരിയക്കാർ തയ്യാറായി. അവൻ നല്ല അയൽക്കാരനായിട്ട് മാറിയെന്നാ പറഞ്ഞത്. അപ്പൊ അവസാനം കർത്താവ് പറഞ്ഞു, നീയും പോയി ഇതുപോലെ ചെയ്യുക. അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ അവന് മനസ്സിലായി, അപ്പൊ ഇവനാണ് എന്റെ നല്ല അയൽക്കാരൻ. അതായത് എനിക്കൊരു ആറ്റിറ്റ്യൂഡിന് മാറ്റം ഉണ്ടാകണം. എന്റെയും കൂടി അവരന്റേതാണ്, എന്റെ കൂടി മറ്റുള്ളവരുടേതാണ് എന്നുള്ള ഒരു മനോഭാവത്തിന് മാറ്റമുണ്ടായി. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. കർത്താവ് പറഞ്ഞു, നീയും പോയിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോ അറിവോ നമ്മൾ ആത്മീയമായി പ്രബുദ്ധരാക്കപ്പെട്ടതോ ഒന്നും നമ്മുടെ ആത്മരക്ഷയ്ക്ക് അച്ചാരമായിട്ട് ഭവിക്കുന്നില്ല. അതൊന്നും നമ്മുടെ അനുദിന ജീവിത പ്രവർത്തികളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എങ്കിൽ, ഈശോയോടുള്ള ബന്ധം എന്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ, ഈശോയോടുള്ള സ്നേഹം എന്റെ സഹോദരങ്ങളെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ക്ഷമിക്കാനും വിശുദ്ധ ജീവിതം നയിക്കാനൊക്കെ എനിക്ക് അനുദിന ജീവിതത്തിൽ പ്രേരണ തരുന്നില്ല എങ്കിൽ, അതിനായി എന്നെ നിർബന്ധിക്കുന്നില്ല എങ്കിൽ, എന്റെ അറിവ് എന്റെ ആത്മരക്ഷയ്ക്ക് കാരണമായിട്ട് ഭവിക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ മനോഭാവത്തിലേക്ക്, നല്ല സമരിയാക്കാരൻ ഈശോ തന്നെയാണ് നല്ല സമരിയാക്കാരൻ, എന്റെയും കൂടി അവരന്റേതാണെന്നുള്ള ചിന്ത ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്റെ ശരീരം നിങ്ങൾക്കായി തരുന്നു, എന്റെ രക്തം നിങ്ങൾക്കായി തരുന്നു, എന്റേത് നിങ്ങളുടേതുകൂടിയാണ് എന്ന് ഈശോ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മളോട് പറയുകയാണ്. ഈ മനോഭാവത്തിൽ നമ്മളെ വളർത്തണമെന്ന് ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.